വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതായിരുന്നു ബില്ല്. ജനവാസ മേഖലയിൽ ഇറങ്ങി ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യജീവികളെ കൊല്ലുന്നതിനോ മയക്കുവെടിവെക്കുന്നതിനോ അനുവദിക്കുന്ന വ്യവസ്ഥ ബില്ലിലുണ്ട്. മനുഷ്യജീവൻ അപായമുണ്ടാക്കുന്ന വന്യജീവികളെ കൊല്ലാൻ നിലവിലെ വ്യവസ്ഥ സങ്കീർണമായിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്ര നിയമത്തിൽ കേരളം ഭേദഗതി വരുത്തിയത്. സേഫ് സൈനുൽ അബ്ദീൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സേഫ്, വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ ഒട്ടൊരു ആശ്വാസം നൽകുന്നതുമായ ഒരു ബില്ലാണിത്. എന്താണ് വിവരങ്ങൾ? ഭാരതി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു സംസ്ഥാന സർക്കാർ കേരള നിയമസഭയിൽ കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ. ഇതൊരു കേന്ദ്ര നിയമമാണ്. കേന്ദ്ര നിയമം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. അതിന് സംസ്ഥാനങ്ങൾക്ക് നിയമപ്രകാരം അതിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടി കഴിയില്ലായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തുകയും അത് രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി ഗവർണർക്ക് മുന്നിലേക്ക് അയച്ചത്. ഗവർണർ അതിപ്പോ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. കാരണം കേന്ദ്ര നിയമത്തെ മറികടക്കുന്ന ബില്ലാണോ എന്ന് രാഷ്ട്രപതി പരിശോധിക്കട്ടെ എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അത് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. വന്യജീവി ആക്രമണം ഫലപ്രദമായി നേരിടുന്നതിന് നിലവിലെ വ്യവസ്ഥ പര്യാപ്തമല്ല എന്ന് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരുന്നു. കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യജീവികളെ ആവശ്യമെങ്കിൽ ഉടൻ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നതിനോ അനുവദിക്കുന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഒരു സമിതി രൂപീകരിച്ച് അത് ശുപാർശ നൽകുക, ക്യാമറ വെച്ച് അപകടം വരുത്തിയ വന്യമൃഗത്തെ തിരിച്ചറിയുക, കടുവയാണെങ്കിൽ അത് നരഭോജിയാണെന്ന് ഉറപ്പാക്കുക തുടങ്ങിയ നടപടിക്രമങ്ങൾ പാലിച്ചാൽ മാത്രമേ അതിനെ വെടിവെക്കാനുള്ള അനുമതി ഉണ്ടാവുകയുള്ളൂ. അതും ദിവസങ്ങൾ എടുക്കും. നമുക്കറിയാം, ഇപ്പൊ പലതരത്തിലുള്ള വാർത്തകൾ വയനാട് ജില്ലയിൽ നടക്കം വരുന്നുണ്ട്, വന്യജീവികൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ഒരു ഭേദഗതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകൾ അങ്ങനെ എത്രയും വേഗം ഒപ്പിട്ട് തിരിച്ചയക്കണം എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നില്ല. സുപ്രീം കോടതി ഒരു വ്യവസ്ഥ വെച്ചിരുന്നെങ്കിലും പിന്നീട് അത് രാഷ്ട്രപതിയുടെ റെഫറൻസിനെ തുടർന്ന് മാറ്റിയിരുന്നു. നിലവിൽ രാഷ്ട്രപതിക്ക് അയച്ച ബില്ല് എന്ന് അംഗീകാരം കിട്ടും എന്നറിയില്ല. എന്തായാലും രാഷ്ട്രപതിക്ക് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഗവർണർ രാജേന്ദ്ര അർലേക്കർ എടുത്തിട്ടുണ്ടായിരുന്നു.